പ്രിയമുള്ള സ്നേഹിത, ഇത് ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. നമ്മൾ ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല എന്ന തലക്കെട്ടോടു കൂടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ തിരുവചന സന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു പോകുന്ന ഒരു തോടിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരെ പോയി. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. കെദ്രോൻ തോട് ഇതൊരു നീർച്ചാലാണ്. യെരുശലേമിന് കിഴക്കുള്ളതും നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ ഒലിവ് മലയിൽ നിന്ന് വിഭജിക്കുന്നതുമായ ഒരു താഴ്വര. ആ താഴ്വരയിലൂടെ ഒഴുകുന്ന ഒരു തോടാണ്. മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ഈ തോട്ടിലുണ്ടാകും. ഈ തോടിന് പല ജീവിതങ്ങളുമായി വളരെ നല്ല ബന്ധമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ് ആദ്യമായി ഈ തോടിനെ നമ്മൾ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരെ പോയി. കെദ്രോൻ തോട് 3 അനുഭവങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1 കഷ്ടത, 2 വിശുദ്ധി, 3 കാര്യങ്ങളെ ചിട്ടയായി ചെയ്യുക എന്ന 3 ജീവിത തത്വങ്ങൾ ഈ കെദ്രോൻ തോട്ടിലെ ചില അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി യോഹന്നാൻ 18:1 നമ്മുടെ കർത്താവ് കഷ്ടത അനുഭവിക്കാൻ ഗെത്സമന തോട്ടത്തിലേക്ക് പോയി. കെദ്രോൻ തോട്ടിനക്കരെ. ഗെത്സമന തോട്ടം ഈ കെദ്രോൻ തോട് കടന്നാണ് പോകേണ്ടുന്നത്. കർത്താവായ യേശുക്രിസ്തു ആ വലിയ ത്യാഗം സഹിക്കാനായിട്ട് പോകുന്നത് ഈ കെദ്രോൻ തോട് കടന്നിട്ടാണ്. വലിയ കഷ്ടതകളെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കെദ്രോൻ്റെ തോടുകൾ, എപ്പോഴും നീർച്ചാലുകൾ, വെള്ള ഒഴുക്കുകൾ നമുക്ക് മനസ്സിന് കുളിർമ തരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപഭാരവും കർത്താവായ യേശുക്രിസ്തു ഏറ്റുവാങ്ങുന്നത് അവിടെ വെച്ചാണ്. കർത്താവായ യേശു പ്രാർത്ഥിച്ചതും ഇങ്ങനെയാണ്: കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമത്രേ എന്ന് യേശു പറഞ്ഞത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് വരാൻ പോകുന്ന വലിയ അപകടങ്ങളെക്കുറിച്ച് ആത്മഭാരത്താൽ അവൻ്റെ വിയർപ്പ് ഗ്രന്ഥികൾ പൊട്ടി വിയർപ്പിന് പകരം രക്തത്തുള്ളികൾ വീണത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ആ വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം ശക്തിപ്പെടുത്തുന്നത്. ഇവിടെയാണ് കർത്താവ് തൻ്റെ ആത്മഭാരങ്ങൾ കർത്താവിനോട് പങ്കുവച്ചത്. ഇവിടെയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മഭാരം താങ്ങാനാകാതെ തോട്ടത്തിലെ സൈപ്രസ് മരങ്ങൾ ഇല കൊഴിച്ചത്. പ്രിയ സ്നേഹിത, ജീവിതത്തിൽ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ കെദ്രോൻ തോട്ടിനക്കരെ പോകണം. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. യേശു കർത്താവിനോട് സംസാരിച്ചതുപോലെ നമ്മൾ സംസാരിക്കണം. പിതാവിൽ നിന്ന് ശക്തി നമ്മൾ എടുക്കണം. കെദ്രോൻ തോട് നമ്മുടെ ജീവിത സങ്കടങ്ങളെ പറഞ്ഞു വയ്ക്കുന്ന, പങ്കുവെക്കുന്ന ഇടമായിരിക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ടുന്നത്. മാനവരാശിയെ പാപത്തിൽ നിന്ന് വിമോചിക്കാനുള്ള ദൈവത്തിൻ്റെ വലിയ ദൗത്യത്തിനായി കർത്താവ് തയ്യാറായി പുറപ്പെടുന്നത് ഈ ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ്. ഈ ഗെത്സമനയിൽ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ തോട്ടത്തിലേക്ക് കയറിപ്പോകുന്നത്. അവിടെ അവർ ഉറങ്ങുകയും കർത്താവ് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രിയമുള്ള സ്നേഹിത, ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കെദ്രോൻ തോട്ടിനക്കരെ പോയി നമ്മൾ കർത്താവിനോട് നല്ല പോലെ സംസാരിക്കണം. യേശു ചെയ്തതുപോലെ. അവിടെയാണ് നമുക്ക് ദൗത്യത്തിന് വേണ്ടി നമ്മൾ ശക്തിപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ
ദൈവവുമായിട്ട് ആത്മഭാരം ഇറക്കി വയ്ക്കുന്നത്. അവിടെയാണ് ദൗത്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മൾ അതിന് തയ്യാറാകണം. 2 ശമൂവേൽ 15:23-30 വായിക്കുമ്പോൾ ദാവീദ് വിഷമിച്ച് രാജകൊട്ടാരം വിട്ടിറങ്ങി കരഞ്ഞുകൊണ്ടുപോകുന്നു. അപ്പോഴും ഈ കെദ്രോൻ തോടിന് കുറുകയാണ് പോകുന്നത്. 2 കൊരിന്ത്യർ 7:10 തങ്കക്കഷ്ടത എന്ന് പറയുന്നു. ദാവീദ് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം അദ്ദേഹത്തിൻ്റെ മകൻ അബ്ശാലോം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുമ്പോഴും ഈ കെദ്രോൻ തോട് കടന്നിട്ടാണ് പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് പറയുന്നത് കരയിൽ ആപത്ത്, കടലിൽ ആപത്ത്, കൂട്ടുകാരിലുള്ള ആപത്ത്, സ്വന്തം സഹോദരങ്ങളുള്ള ആപത്ത്, ഇങ്ങനെ ആപത്തുകളുടെ എണ്ണം ദൗത്യത്തിനിടയിൽ പറയുമ്പോൾ എന്നിട്ട് പറയുന്നു, ഞാൻ അനുഭവിക്കുന്നതൊക്കെ തങ്കക്കഷ്ടതകളാണ്, കർത്താവിന് വേണ്ടിയുള്ള കഷ്ടതകൾ. ആ കഷ്ടതകളെ പൗലോസ് പറയുന്നത് തങ്കക്കഷ്ടത എന്നാണ്. പ്രിയ സ്നേഹിത, നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടതയ്ക്കും നമ്മൾ തങ്കക്കഷ്ടത എന്ന് പറയാമോ? തങ്കത്തിൻ്റെ വിലയുള്ള കഷ്ടത, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന കഷ്ടത. അവിടെ കർത്താവ് നമുക്ക് താങ്ങായും തണലായും ഉണ്ടായിരിക്കും. അവിടെ അവൻ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ആ കഷ്ടതയിൽ നമ്മൾ സ്ഫുടം ചെയ്ത് എടുക്കുന്നവരായിത്തീരും. സുവിശേഷത്തിനും ദൈവഹിതത്തിനും രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദുഃഖം അത് സ്വാർത്ഥതയുടെ ദുഃഖമല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ദുഃഖമല്ല, തെറ്റു ചെയ്തതിൻ്റെ കുറ്റബോധം കൊണ്ടുള്ള ദുഃഖമല്ല, അത് ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുമ്പോഴുള്ള കഷ്ടതയാണ്. ചിലപ്പോൾ അവർ നിങ്ങളെ കളിയാക്കിയേക്കാം, അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളെ മണ്ടനെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകൾ കർത്താവിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉണ്ടാക്കുന്നു. ആ പ്രത്യാശയ്ക്കോ ഒരിക്കലും ഭംഗം വരികയില്ല. കഷ്ടത നമുക്ക് സഹിഷ്ണുത തരുന്നു. കഷ്ടത നമുക്ക് സഹിക്കുവാനുള്ള കരുത്ത് തരുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, ഈ അന്ത്യകാലത്ത് ദൈവത്തെ അനുസരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന സ്വഭാവം ഇതാണ്, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത് സഹിഷ്ണുതയാണ്, കർത്താവിൻ്റെ സഹിഷ്ണുത. ആ സഹിഷ്ണുത നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ്. കഷ്ടതയാണ് സഹിക്കാനുള്ള മനസ്സ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് കഷ്ടപ്പാടുകളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട, കഷ്ടപ്പാടുകളെ നമ്മൾ മാറ്റി നിർത്താൻ ആഗ്രഹിക്കേണ്ട. കഷ്ടപ്പാടിൽ കർത്താവ് നമുക്കൊപ്പം ഉള്ളതുകൊണ്ട് കഷ്ടതകളെ നമുക്ക് തങ്കക്കഷ്ടതകളാക്കി എണ്ണാം. അപ്പോൾ ആ സഹിഷ്ണുത നമുക്ക് സിദ്ധത തരും. സിദ്ധത എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പരിഭാഷ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് പ്രൂവൺ ക്യാരക്ടർ, തെളിയിക്കപ്പെട്ട സ്വഭാവം. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നല്ലവരാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവരാണ്, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് തെളിയിക്കുന്നത് ഈ സഹിഷ്ണുതയാണ്. സഹിഷ്ണുത നമുക്ക് തെളിയിക്കപ്പെട്ട സ്വഭാവം നൽകുന്നു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ പരീക്ഷകളെ സഹിച്ച് അതിജീവിക്കുന്നവന് ജീവകിരീടം കൊടുക്കും എന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത നമുക്ക് തെളിയിക്കപ്പെട്ട സ്വഭാവവും നൽകും. ഈ തെളിയിക്കപ്പെട്ട സ്വഭാവം സിദ്ധത നമുക്ക് പ്രത്യാശ നൽകും. ഈ പ്രത്യാശ നമ്മളിൽ ഉണ്ടാക്കുന്നത് അതാണ്. ആ പ്രത്യാശയ്ക്കോ ഒരു നാളും ഭംഗം വരികയില്ല. ആ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ആ പ്രത്യാശ നശിച്ചു പോകുന്ന പ്രതീക്ഷയല്ല. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട്. അവൻ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. നമുക്ക് വലിയ ഒരു കഷ്ടതയും രോഗവും ദുഃഖവും മുറവിളിയും ഒന്നുമില്ലാത്ത ഒരു ലോകം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മ,
ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനാൽ കഷ്ടതയിൽ നമ്മൾ നമ്മൾ നന്മ അനുഭവിക്കുന്നവരായി തീരണം. നിൻ്റെ പ്രമാണങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായത് ഏറെ നന്നായി എന്ന് ദാവീദ് പറഞ്ഞത് അതുകൊണ്ടാണ്. നിൻ്റെ പ്രമാണങ്ങൾ പഠിക്കാൻ ഞാൻ കഷ്ടതയിലായത് ഏറെ നന്നായി. പ്രിയ സ്നേഹിത, ദൈവത്തിൻ്റെ സ്വഭാവമുണ്ടാകുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത അത് നമുക്ക് നന്മയിലേക്കാണ് നയിക്കുന്നത്. നിൻ്റെ പ്രമാണങ്ങൾ പഠിക്കാൻ, നിൻ്റെ സ്വഭാവം പഠിക്കാൻ, കർത്താവിൻ്റെ ജീവിതം പകർത്താൻ ഞാൻ കഷ്ടതയിലായത് നന്നായി എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ നമ്മൾ വെറുക്കണ്ട, നമ്മൾ ദേഷ്യപ്പെടണ്ട, നമ്മൾ അസഹിഷ്ണുതകളാകണ്ട. കാരണം ആ കഷ്ടത നമ്മളെ നല്ല സ്വഭാവം നൽകും, തെളിയിക്കപ്പെട്ട സ്വഭാവം നൽകും. അത് നമ്മളെ ജീവകിരീടം പ്രാപിക്കാൻ സഹായിക്കും. വില്യം ബൂത്തും കാതറിൻ ബൂത്തും അവർ രണ്ടുപേരും സാൽവേഷൻ ആർമി സഭയുടെ സ്ഥാപകരാണ്. അവരിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കുമായിരുന്നു. ഒരിക്കൽ അവർ ചാരായ ഷാപ്പിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്ന് ഇവരെ അടിച്ച് ശരിപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അവിടെ വന്ന് നിന്ന് പ്രസംഗിക്കാൻ ആരംഭിച്ചു. അതുകൊണ്ട് ഈ കഷ്ടതകളാണ്, അങ്ങനെയാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്ന സഭ ഉടലെടുത്തതും നിലനിൽക്കുന്നതും. രണ്ടാമതായി 1 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 13. ആസ രാജാവ് തൻ്റെ മാതാവിനെ രാജ്ഞിസ്ഥാനത്ത് നീക്കി കെദ്രോൻ തോട്ടിലിട്ടു ഒരു വിശദീകരണം നടത്തുകയാണ്. ഇനി രണ്ടാമത് കെദ്രോൻ തോട്ടിനെ വേദപുസ്തക കഥാപാത്രങ്ങൾ ഉപയോഗിച്ചത് ഒരു വിശുദ്ധീകരണത്തിനാണ്. ആസ രാജാവ് തൻ്റെ രാജ്യത്ത് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പാപത്തിന് കാരണമായിരുന്ന അദ്ദേഹത്തിൻ്റെ മാതാവായ രാജ്ഞിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കെദ്രോൻ തോട്ടിലിട്ട് കളഞ്ഞു എന്ന് പറയുന്നു. അവിടെ ദൈവരാജ്യത്തെ, ദൈവത്തിൻ്റെ രാഷ്ട്രത്തെ, ദൈവത്തിൻ്റെ സഭയെ വിശുദ്ധീകരിക്കുവാൻ, വിശുദ്ധിക്ക് കാരണമല്ലാതിരുന്ന സ്വഭാവങ്ങളെ, ശീലങ്ങളെ, ആളുകളെ കെദ്രോൻ തോട്ടിൽ ഉപേക്ഷിച്ച് കളയുന്നു. കെദ്രോൻ തോട്ട് ഈ തെറ്റിനെ ഒഴുക്കി സമുദ്രത്തിൻ്റെ അഗാധത്തിലേക്ക്, കർത്താവിൻ്റെ മറവിയിലേക്ക്, കർത്താവ് ഓർക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് പാപത്തെ മാറ്റുന്നു. ദൈവം പ്രശ്നങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ചില്ല. 2 ദിനവൃത്താന്തം 29:16 നമ്മൾ വായിക്കുമ്പോൾ പുരോഹിതന്മാർ കെദ്രോൻ തോട്ടിലിട്ട് കളഞ്ഞു എന്ന് പറയുകയാണ്. വ്യക്തികളെയും സഭകളെയും ശുദ്ധീകരിക്കാനും നേരെയാക്കാനും നന്മയിലാക്കാനുമായിട്ട് പുരോഹിതന്മാർ തെറ്റിനെ, പാപത്തെ, കുഴപ്പങ്ങളെ കെദ്രോൻ തോട്ടിൽ ഒഴുക്കിക്കളഞ്ഞു എന്ന് നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന, പാപത്തിലേക്ക് നയിക്കുന്ന, കുഴപ്പത്തിലേക്ക് നയിക്കുന്ന, അശുദ്ധിയിലേക്ക് നയിക്കുന്ന നമ്മുടെ ചില സ്വഭാവങ്ങളെ നമ്മളിന്ന് കെദ്രോൻ തോട്ടിലേക്ക് മാറ്റിക്കളയണം. അവിടെ നിന്ന് നമ്മൾ കർത്താവിൻ്റെ മുന്നിൽ വിശുദ്ധിയുള്ളവരായി തീരാൻ കഴിയും. ഈ കെദ്രോൻ തോട് നമ്മെ വിശുദ്ധിയുടെ കാര്യം പഠിപ്പിച്ചു തരുന്നു. നെഹമ്യാവ് 2-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കെദ്രോൻ തോട്ടിലൂടെ നോക്കിയപ്പോഴാണ് വിള്ളലുകളും ഇടിഞ്ഞതും കാണാൻ കഴിഞ്ഞത്. ആ കാലത്ത് ദേവാലയത്തിന്, നഗരങ്ങൾക്ക് വലിയ കോട്ട കെട്ടി സൂക്ഷിക്കും. അപ്പോൾ ഈ കോട്ടയ്ക്ക് ഉള്ളിലൂടെ ചിലപ്പോൾ നദികളും പുഴകളും തോടുകളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയുകയില്ല. പുറമേ നിന്ന് നോക്കിയാൽ ഈ കോട്ട വളരെ ഭംഗിയായി തോന്നും. എന്നാൽ ഈ കെദ്രോൻ തോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയപ്പോൾ യെരുശലേമിൻ്റെ ചുറ്റുമതിലിനുള്ള വിള്ളലുകളും കേടുപാടുകളും കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ വിള്ളലുകളും മതിലുകളും എത്രയും വേഗം അടയ്ക്കാൻ അവരാവശ്യപ്പെടുന്നു, ഇല്ലെങ്കിൽ ശത്രു പ്രവേശിക്കും. നെഹമ്യാവ് 6-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളാണ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ കെദ്രോൻ തോട്ടിൽ നിന്ന് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ കുറവുകളെ കാണാൻ പറ്റും. കെദ്രോൻ തോട്ടിൽ നിന്ന്
നമ്മുടെ ജീവിതത്തെ ഒന്ന് സമീപിച്ചു നോക്കുക. എവിടെയാണോ കുറവുള്ളത്, എവിടെയാണോ തിരുത്തേണ്ടുന്നത്, എവിടെയാണോ മാറ്റേണ്ടുന്നത്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. കാരണം കെദ്രോൻ തോട്ടിനപ്പുറത്ത് നിന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. കെദ്രോൻ തോട്ട് വെറും ഒരു ഉപമയാണ്. അതിന് വേറെ ഒരു ശക്തിയും ഒന്നും തന്നെയില്ല. പക്ഷേ കെദ്രോൻ തോടെന്ന് പറയുന്ന കുളിർമ, കെദ്രോൻ തോടെന്ന് പറയുന്ന നീർച്ചാൽ, അതിൻ്റെ നിഷ്കളങ്കത, അതിൻ്റെ കണ്ണീർ വെള്ളം, അതിനുള്ളിലെ തെളിഞ്ഞ തടാകം, അത് നൽകുന്ന മനോഹരമായ കാലാവസ്ഥ, അത് നമ്മളെ വീണ്ടും വിചാരത്തിന് ഒരു പക്ഷേ അവരെയൊക്കെ സഹായിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് അത്തരം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ, തിരുത്തലിൻ്റെ, ഒരു കുളിർമയുടെ വീണ്ടു വിചാരത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്നാണ് കെദ്രോൻ തോട്ട് കടക്കുന്നു എന്നുള്ള ഈ ഒരു ഉപമയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അവർ ഈ വിള്ളലുകളും കുറവുകളും മതിലുകളും പുതുക്കി പണിയാനും കുറവുകൾ പരിഹരിക്കാനും കെദ്രോൻ തോട്ടിൽ നിന്നുള്ള കാഴ്ച അവരെ സഹായിച്ചു. പ്രിയ സ്നേഹിത, നമ്മൾ ഇന്ന് കെദ്രോൻ തോട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണാമോ? നമ്മുടെ കുറവുകൾ, നമ്മുടെ വിള്ളലുകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, അതിനെ പരിഹരിക്കാനും തിരുത്താനും കർത്താവിൽ പുതുക്കപ്പെടാനും ശക്തിപ്പെടുത്താനും ഒരുപക്ഷെ ഈ കാഴ്ച നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കെദ്രോൻ ഒരു കുളിർമയുടെ അനുഭവമാണ്. കെദ്രോൻ കഷ്ടതയിൽ നിന്ന് മാറാനുള്ള ഒരു സഹായമാണ്. കെദ്രോൻ നമ്മളെ ദൗത്യത്തിനു വേണ്ടി ശക്തിപ്പെടുത്തിയ ഒരിടമായി നമ്മൾ കാണണം. കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണോ ആ കാൽവറിയുടെ ദൗത്യം ഏറ്റെടുക്കുവാൻ കെദ്രോൻ തോടിനപ്പുറത്തെ ഉള്ള ഗെത്സമന തോട്ടം സഹായിച്ചതുപോലെ നമ്മൾ കെദ്രോൻ കടന്ന് കർത്താവുമായി ഒരു ആത്മബന്ധത്തിലേക്ക് നമ്മൾ കടക്കണം. ഞാനൊരു വലിയ വേല ചെയ്യുന്നു, എനിക്കങ്ങോട്ട് വരാൻ സമയമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. ഞാനൊരു വലിയ ദൗത്യമാണ്, എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യമില്ല, എനിക്ക് തിരുത്തേണ്ടെന്ന് ആവശ്യമില്ല, എനിക്ക് മറ്റൊരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഒരു കുറവുകളുമില്ലാതിരിക്കുന്നു, ഞാൻ പെർഫെക്റ്റാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. കർത്താവ് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഈ കെദ്രോൻ തോട്ടിലേക്ക് പോകണം. അവിടെയാണ് ദൈവം നമ്മളോട് കുറവുകൾ കാണിച്ച് തിരുത്തി തരാനുള്ള വലിയ സ്നേഹം നമുക്ക് കണ്ടെത്താൻ പറ്റുക. ഒരു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ, നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മളെ ബോധ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയില്ല, നമ്മുടെ കുറവുകൾ തിരിച്ചറിയില്ല, നമ്മൾ തിരുത്തേണ്ടത് എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരിക്കലും മാനസാന്തരത്തിന് സാധ്യതയില്ലാത്തവരായി നമ്മൾ മാറും. ഒരു പക്ഷേ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞാൻ തിരുത്താൻ തയ്യാറാണ്, ഞാൻ തിരിഞ്ഞു നോക്കാൻ തയ്യാറാണ്, എൻ്റെ ആകുലതകളും എൻ്റെ ആശങ്കകളും എൻ്റെ സംശയങ്ങളും എൻ്റെ കുറവുകളും ഞാൻ നിന്നോട് പങ്കുവെക്കാൻ തയ്യാറാണ്. എനിക്ക് ഏകാന്തമായൊരിടം വേണം. മറ്റെല്ലാ ചിന്തകളും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് മാറി എനിക്കൊറ്റയ്ക്കിരുന്ന് അങ്ങയോടൊരു കൂട്ടായ്മ വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു കെദ്രോൻ തോട് കടന്നതുപോലെ നമ്മളൊരു ശാന്തമായ നിമിഷത്തിന് വേണ്ടി ഒരു തോട്ടത്തിലേക്ക്, നമ്മളും ദൈവവും മാത്രം തനിച്ചുള്ള ഒരു സ്നേഹ സംഭാഷണത്തിന് തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. അവൻ നമ്മുടെ ദൗത്യം എങ്ങനെയാണ് ചെയ്തു തീർക്കേണ്ടതെന്ന് പറഞ്ഞു തരും. നമ്മുടെ കടമകൾ എങ്ങനെ നിർവഹിക്കണമെന്ന് പറഞ്ഞു തരും. നമ്മുടെ ധൈര്യം തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ പ്രതിസന്ധികളെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്ന് അവൻ കാണിച്ചു തരും. ഒരു ഗെത്സമന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തിയാൽ നമുക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സാധിക്കും. രണ്ടാമതായി അത്തൊരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ കുറവുള്ള കാര്യങ്ങൾ ഒഴുക്കിക്കളയാനുള്ള ഒരു ഇടമായി മാറും. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ ശാഠ്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടേതായിട്ടുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ തിരുത്താനും മാറ്റാനുമുള്ള ഇടയമായി കെദ്രോൻ നമുക്ക് മുന്നിൽ മാറും. അതിനെല്ലാം
നമ്മിൽ നിന്ന് ദൂരേക്ക് വലിച്ചു മാറ്റുവാൻ ഈ കെദ്രോൻ അനുഭവം നമ്മളെ സഹായിക്കും. പ്രിയ സ്നേഹിത, നിങ്ങൾ ഈ ഒരു കെദ്രോൻ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കാൻ പോകുകയാണ്. ഇനിയും കെദ്രോൻ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കുറവുകളെ തിരുത്തി രൂപപ്പെടുത്തുവാനുള്ള, പാകപ്പെടുത്തുവാനുള്ള, ശക്തിപ്പെടുത്താനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. കെദ്രോൻ തോട്ടിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ എവിടെയാണ് തിരുത്തേണ്ടുന്നത്, എന്ത് മാറ്റമാണ് ഞാൻ ജീവിതത്തിൽ വരുത്തേണ്ടത്, എന്ത് കാഴ്ചപ്പാടാണ് ഞാൻ തിരുത്തേണ്ടത് എന്ന് കെദ്രോൻ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് സ്വയം ശക്തിപ്പെടുത്താൻ സഹായിക്കും, നമുക്ക് സ്വയം തയ്യാറാവാൻ സഹായിക്കും. അത് നമ്മളെ കുറവുകളില്ലാതെ, ശത്രുവിൻ്റെ മുന്നിൽ തകർന്നു പോകാതെ, ആത്മീയമായി തകർന്നു പോകാതെ, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകാതെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ നമ്മളെ സഹായിക്കും. ശക്തിയുള്ള കോട്ടയായി ശത്രു കടക്കാതെ കാവലാകാൻ ഈ മതിലിന് സഹായിക്കും. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് കെദ്രോനിൻ്റെ ഈ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സ്വയം സമർപ്പിക്കാമോ? അപ്പോൾ നമുക്ക് ദൈവം നമുക്ക് ചെയ്യുന്ന കരുണ എന്താണ്, നന്മ എന്താണ്, സ്നേഹം എന്താണ്, സേവനം എന്താണ്, ദൈവം നമ്മളെ വഴി നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവും. അപ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായി നമ്മൾ മാറും. കർത്താവേ, ഈ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല, ഈ കരുണയ്ക്ക് ഞാൻ യോഗ്യനല്ല, ഈ സഹിഷ്ണുതയ്ക്ക് ഞാൻ യോഗ്യനല്ല, പക്ഷേ നീ എന്നെ ശക്തിപ്പെടുത്തുന്നു. നിൻ്റെ ശക്തിയാൽ ഞാൻ അതിജീവിക്കുന്നു, നിൻ്റെ ശക്തിയാൽ ഞാൻ മതിലുകൾ ചാടിക്കടക്കും, നിൻ്റെ ശക്തിയാൽ എനിക്ക് അതിജീവിക്കാൻ കഴിയും. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ജീവിക്കാനാകും. നമ്മുടെ ജീവിത ദുഃഖങ്ങൾ എത്ര വലുതാണെങ്കിലും, നമ്മളുടെ പ്രയാസങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവായ യേശു ക്രിസ്തു കടന്നു പോയതിനത്ര വരില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ദൗത്യത്തിന് വേണ്ടി ശക്തിപ്പെടുത്തിയ ഒരു ഗത്സമന അനുഭവത്തിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നാളുകൾ വരാനിരിക്കുന്ന പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ നിങ്ങൾ ശക്തരായിത്തീരും. അതിന് നിങ്ങളുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കാമോ? പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, കെദ്രോൻ തോട് ഒരു നിശബ്ദമായ സാക്ഷിയായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൽ. അതുപോലെ കർത്താവേ, ശക്തിയുടെയും തിരിഞ്ഞുനോട്ടത്തിൻ്റെയും തിരുത്തലിൻ്റെയും ഒക്കെ ഒരിടമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തണുവനുഭവം, ഞങ്ങളുടെ കരളിനെ കുളിരേകുന്ന, ഞങ്ങളെ തിരുത്തുന്ന, ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുന്ന, ഞങ്ങളുടെ കുറവുകളെ തിരുത്തുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഒരു നല്ല അനുഭവം ഞങ്ങൾക്ക് തരണമേ. അതിലൂടെ ഞങ്ങൾ കൂടുതൽ നന്മയുള്ളവരായി നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൃപയിൽ കർത്താവെ നിലനിർത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പകർന്നു കൊടുക്കണം. ശരിക്കും ഈ സന്ദേശം നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് ഞങ്ങളെ എഴുതി അറിയിച്ചാൽ വളരെ സന്തോഷമാകും. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ നൽകിയോ എന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഈ സന്ദേശത്തിനടിയിലുള്ള ഞങ്ങളുടെ വിലാസത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിയായിരിക്കില്ലേ? ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടെ ഈ സന്ദേശം പകർന്നു കൊടുക്കുക. കൂടുതൽ നല്ല സന്ദേശങ്ങൾ കേൾക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.